Hey guys, Namaskaram. Welcome to our channel. Today we are at one of the most unique temples in Kerala, Kallil Temple in Cherottu, Kallil Bhagavati Kshetra. ഈ സ്ഥലം ഒരു നോർമൽ ടെമ്പിൾ അല്ല. ഇറ്റ്സ് ലിറ്ററലി ഇൻസൈഡ് എ ഹ്യൂജ് റോക്ക്. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ലെറ്റ്സ് എക്സ്പ്ലോർ ദ ഹിസ്റ്ററീസ് ആൻഡ് സം ഫൺ ഫാക്ട്സ്. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, സോ കല്ലിൽ ക്ഷേത്രം എക്സാക്ട് ലൊക്കേഷൻ നോക്കിയാൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് മേദല എന്നൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 4 kilometers away from മോടക്കല്ലി, ഇൻ ബിറ്റ്വീൻ പെരുമ്പാവൂർ ആൻഡ് കോതമംഗലം. ഒരു കാടിന് നടുവിൽ 100ഓളം സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിലെത്തുന്നത്. 500 വർഷങ്ങൾക്ക് മേൽ പഴക്കമുണ്ടത്ര ഈ ക്ഷേത്രത്തിന്. കല്ലിൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യകാലങ്ങളിൽ ഇതൊരു ജൈനക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ജൈനക്ഷേത്രം പിന്നീട് 9-ാം നൂറ്റാണ്ടിൽ ഭഗവതി ക്ഷേത്രമായി മാറിയെന്നാണ് അത്രേ വിശ്വാസം. കാടിനുള്ളിലെ ഒരു പഴയ ക്ഷേത്രമായതുകൊണ്ട് ആരും ഉണ്ടാവില്ല എന്ന് കരുതി പോയതാ. ബട്ട് ഐ വാസ് റോങ്. പാർക്കിങ്ങിലെ കാറിൻ്റെ എണ്ണം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, വിചാരിച്ച പോലെയല്ല, കുറേയേറെ ആളുകളുണ്ടെന്ന്. ഈ പാർക്കിംഗ് ഏരിയ മാത്രമല്ല കേട്ടോ, വേറെ ഉണ്ട് 2 to 3 പാർക്കിംഗ് സോൺസ്. അവിടെയും ഇഷ്ടം പോലെ വണ്ടികളുണ്ടായിരുന്നു. എനിവേയ്സ്, വന്നതല്ലേ, വെച്ച കാൽ മുന്നോട്ട് തന്നെ, തൊഴുതട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓരോ സ്റ്റെപ്സും കയറി വഴിയിലൂടെ നടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തു. ഈ കല്ലിൽ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും 350 അടി ഉയരത്തിലാണ് അത്ര സ്ഥിതി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇഫ് യു ആർ കമ്മിങ് ഹിയർ, be ready for a little mini trek. No need to hit the gym. Climbing these 100 steps is your workout for the day. ഇത്രയും സ്റ്റെപ്സ് കയറി ഒടുവിൽ നിരപ്പായ സ്ഥലത്തോടെ നടന്നപ്പോൾ ഞങ്ങൾ കരുതി സ്റ്റെപ്സ് തീർന്നു എന്ന്. പക്ഷെ നേരെ നോക്കുമ്പോഴതാ വീണ്ടും കിടക്കുന്നു, കണ്ണെത്താ ദൂരം വരെ വീണ്ടും പണികൾ. അങ്ങനെ നടന്നു നിന്നുമൊക്കെ ആയിട്ട് ഞങ്ങൾ മുകളിലെത്തി. ഓക്കെ, ഒരു കഥ കേട്ടാലോ? പണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി പണ്ട് ഒരു കാട്ടിലേക്ക് കുറച്ച് ആളുകൾ വന്നു. അവരവിടെ കണ്ടതോ അതിസുന്ദരിയായ അസാധാരണമായ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ. അവൾ കല്ലുകൾ എറിഞ്ഞ് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ആളുകളെ കണ്ട ആ സ്ത്രീ എവിടേക്കോ അപ്രത്യക്ഷയായി. ആ കാടിനുള്ളിലെ ഒരു ഗുഹയിൽ അവൾ കയറി ഒളിച്ചിരുന്നു. ആ സ്ത്രീ ഭഗവതിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മുകളിലേക്ക് ഉയർന്ന കല്ല് മേൽക്കൂരയായും താഴേക്ക് വന്ന കല്ല് ഇരിപ്പിടമായും മാറിയത്രേ. ശ്രീകോവിലിന് മുകളിലായി കാണുന്ന ഈ കൂറ്റൻ പാറ നിലത്ത് സ്പർശിക്കുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നും ഈ കാട്ടിലില്ല എന്തോ. വായുവിൽ ഉയരത്തിൽ നിൽക്കുന്ന ഈ പാറ 15 ആനകൾ ഒന്നിച്ച് പിടിച്ചാൽ അനങ്ങില്ല എന്നാണ് പറയുന്നത്. എന്തൊരു അത്ഭുതമാണല്ലേ. ക്ഷേത്രത്തിൻ്റെ അകത്ത് ശ്രീകോവിലിനടുത്തായുള്ള വീഡിയോസും ഫോട്ടോസും എടുക്കാനായിട്ടുള്ള പെർമിഷൻ നമുക്കില്ല. അതവരവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇമാജിൻ ദിസ്, നോ സിമെന്റ്, നോ പില്ലേഴ്സ്, just one giant rock holding everything together. ഇതിനെ ആയിരിക്കുമല്ലേ എൻജിനീയറിംഗ് വണ്ടർ എന്നൊക്കെ പറയുക. മോഡേൺ ഡേ ആർക്കിടെക്ട്സ് ഇതൊക്കെ കണ്ടാൽ ഉറപ്പായും ഷോക്കാകും. അങ്ങനെ പടികളും മലയും കയറി പാറകൾക്കിടയിലൂടെയുള്ള ഒരു അമ്പല ദർശനം. ബട്ട് ഇറ്റ്സ് ബീൻ സ്റ്റാൻഡിങ് ഫോർ സെഞ്ച്വറീസ്. ഇതിന് എൻജിനീയറിംഗ് ബ്രില്യൻസ് ആണോ ഇല്ലെങ്കിൽ ഡിവൈൻ പവർ ആണോ? So guys, if you love history, adventure and divine vibes, Kallil Temple is a must visit. ഈ vibe, ഈ peace, you have to experience it to believe it. പിന്നെ നിങ്ങൾ ഇതിനു മുന്നേ ഈ ക്ഷേത്രത്തിൽ കയറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് just comment below. Also please do like, share and subscribe.